കൊച്ചിയിൽ നിന്നാണ്. കൊച്ചി കപ്പൽശാലയിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ പ്രതി ശ്രീനിഷുമായി പോലീസ് തെളിവെടുപ്പ് നടത്തും. എറണാകുളം CJM കോടതിയിലാണ് പ്രതിയെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. 2 ദിവസത്തേക്കാണ് കോടതി കസ്റ്റഡി അനുവദിച്ചത്. നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇതിൽ എന്താണ് ഇയാളുടെ ഉദ്ദേശ ലക്ഷ്യം? ദൃശ്യങ്ങൾ പകർത്തുന്നതിലടക്കം അതാണ് വ്യക്തമാകേണ്ടത്. കാരണം കപ്പൽശാല പോലെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്തെത്തി ദൃശ്യങ്ങൾ പകർത്തുക എന്നുള്ളത് നിയമവിരുദ്ധമാണ്. അത് മനസ്സിലാക്കാത്ത ആളൊന്നുമല്ല. പക്ഷേ അതിന് പിന്നിൽ എന്തെങ്കിലും മോട്ടീവ് ഉണ്ടോ എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത്. എന്തെങ്കിലും വിവരം ലഭ്യമായിട്ടുണ്ടോ? വെരി ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. ഈ കപ്പൽശാലയിലെ ചിത്രങ്ങൾ ചോർന്ന സംഭവത്തിൽ ശ്രീനേഷിനെ 2 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടത്. അതിൽ പ്രധാനമായും പോലീസ് ചോദ്യം ചെയ്യലും പിന്നീട് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് കടക്കുന്നത്. ചോദ്യം ചെയ്യലിൽ തന്നെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട എന്തിനാണ് ഈ യുവതിയുടെ മാധ്യമ അക്കൗണ്ടിലേക്ക് ഇത്തരത്തിലുള്ള ഫോട്ടോ അയച്ചു കൊടുത്തത്? ഇതിന് പിന്നിൽ മറ്റേതെങ്കിലും ദുരുദ്ദേശമുണ്ടോ? നമ്മുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട്, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് തരത്തിലുള്ള വലിയൊരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത് വളരെ കൃത്യമായി തന്നെ അന്വേഷിച്ച് ഇത് മറ്റാർക്കെങ്കിലും ഈ ഫോട്ടോ കൈമാറിയിട്ടുണ്ടോ, ഈ ചിത്രങ്ങൾ ആ മാധ്യമ അക്കൗണ്ട് വഴി മറ്റേതെങ്കിലും രീതിയിലേക്ക് കൈമാറിയിട്ടുണ്ടോ എന്നടക്കമുള്ളത് പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായൊരു ചോദ്യം ചെയ്യലിലേക്കാണ് ആദ്യം പോലീസ് കടക്കുക. അതിനുശേഷം തെളിവെടുപ്പിനായി അവിടേക്ക് കൊണ്ടുപോകും. ഈ 2 കാര്യങ്ങളിലും, അതായത് ഈ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രതിയുടെ ദൃശ്യങ്ങൾ എടുക്കുന്നതിന് മാധ്യമങ്ങൾക്ക് വിലക്കുണ്ട്. കാരണം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസ് ആയതുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഈ തെളിവെടുപ്പിനോ അല്ലെങ്കിൽ മറ്റ് പ്രതിയുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനോ വിലക്കുണ്ട്. എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ ഒരു സമൂഹ മാധ്യമ അക്കൗണ്ടിലേക്കാണ് ഈ യുവാവ് ഇത്തരത്തിലുള്ള ഫോട്ടോസ് എല്ലാം അയച്ചു കൊടുത്തത്. ഒപ്പം തന്നെ മറ്റേതെങ്കിലും വിവരങ്ങൾ ചോർത്തി നൽകിയിട്ടുണ്ടോ എന്നുകൂടി പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. യുവാവിന്റെ ഫോൺ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഏതായാലും ഉടൻ തന്നെ, എത്രയും പെട്ടെന്ന് തന്നെ അതിലുള്ള വിവരങ്ങളെല്ലാം ലഭിക്കുമെന്നാണ് പോലീസിന് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അത് കണ്ടെത്തി ആ യുവതിയെയും കൂടി ഇനി ചോദ്യം ചെയ്യുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തുന്നുണ്ട്. ആരാണ് ഈ യുവതി എന്നത് കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അതിനുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇന്റലിജൻസിന്റെ അടക്കം ഒരു അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു സുരക്ഷാ വീഴ്ചയുണ്ടായിരിക്കുന്നത് വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ യുവതി ഇത് മറ്റാർക്കെങ്കിലും ഈ ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ടോ, അതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഉദ്ദേശങ്ങളുണ്ടോ, എങ്ങനെയാണ് ഈ യുവാവും യുവതിയുമായി പരിചയപ്പെടുന്നത്? ഒരു സമൂഹ അക്കൗണ്ട് വഴി, മാധ്യമ അക്കൗണ്ട് വഴി മാത്രമുള്ള ഒരു പരിചയമാണോ? ഇവർ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്നടക്കമുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള ഈ പണം കൈമാറ്റം അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഏതെങ്കിലും കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരുന്നത്. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്.